ഷൈജു മനക്കപ്പടി നമ്മൾക്ക് നമ്മുടെ ഒരു സ്വീകരണം ഇതുപോലും നമ്മൾ വിളിക്കാണ്ട് ക്ഷണിക്കപ്പെടാണ്ട് എന്നെ വിളിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് സമരം തുടങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറെ നമ്മുടെ രാജേന്ദ്രൻ ചേട്ടന് ചൂലാണ്ട് പോയി കഴിഞ്ഞു. അവിടെ വെച്ചാണ് വിളിക്കുന്നത്. പറഞ്ഞ് 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആ കൃത്യത്തോട് തന്നെ സമയം ഇഷ്ടപാലിച്ചുകൊണ്ട് നമ്മുടെ ഷൈജു മനക്കപ്പടിയും ഇവിടെ നമ്മുടെ ആവേശമായ ഷൈജു മനക്കപ്പടി വിളിച്ചിട്ടുണ്ട്. ഫാദർ ഇന്നില്ല. ഫാദർ അപ്പം നമ്മളോട് ഓരോ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കാൻ ഉജ്ജ്വലനായ, കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് കരുത്തനായ ഒരു നേതാവാണ്, സമര പോരാളിയാണ് നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി. അദ്ദേഹത്തിൻ്റെ ഒരു ബലത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സുഗന്ധതന്ത്രി ഇന്ന് വന്നിരിക്കേണ്ടതാണ്. പക്ഷേ പുള്ളിക്ക് തൊണ്ടക്കൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരും ഈ സമരം എത്രത്തോളം വിജയിക്കും, അത് നമ്മുടെ ഈ നാടിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമയം കിട്ടുമ്പോൾ 5 മണി തുടങ്ങി 6 മണി വരെയാണ് നമ്മൾ ഈ സമരം കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം എന്ന് വിജയം വരെ നമ്മൾ സമരം ചെയ്യുമെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതോടൊപ്പം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ നമ്മുടെ യൂണിയൻ്റെ കൺവീനർ ഷൈജു മനക്കപ്പടിയെ ഞാൻ സ്നേഹപൂർവ്വം എടുത്തുകൊള്ളു. സമാരാധ്യനായ ഇന്ന് ഇവിടെ സ്വാഗതം പറഞ്ഞ CDP ശാഖാ സെക്രട്ടറി ഏറെപ്രിയങ്കരനായ എൻ്റെ പ്രിയ സുഹൃത്ത് ഷാനവാസ് അവർക്ക്, ഈ സമരസമിതിയുടെ നേതാവ് നമുക്കറിയാം, ഇവിടെ ഈ റോഡിനപ്പുറത്തോട്ട് 2 ആരാധനാലയങ്ങളുണ്ട്. മെയിനായി ഒരു ക്ഷേത്രവും ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ഈ ക്ഷേത്രത്തിലോട്ടും ഈ ക്രിസ്ത്യൻ പള്ളിയിലോട്ടും കടന്നു വരുന്ന ഭക്തർ, കൂടാതെ ഇനിയൊരു പുതിയ ഗവൺമെൻറ് സ്കൂൾ കൂടി വരുന്നു, അതിലോട്ട് കടന്നു വരുന്ന കുഞ്ഞുമക്കൾ, അവരുടെയൊക്കെ ജീവനെ ബാധിക്കുന്ന തരത്തിൽ ഈ ചുങ്കപ്പാത ഈ നാടിനെ 2ആയി കീറിമുറിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ഇവിടുത്തെ സാധാരണക്കാരനായ ജനത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന രീതിയിലും ഈ സാധാരണ എഞ്ചിനീയർമാരായ അവരെ അവിടെ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടറിൽ വരയ്ക്കുന്ന ജീവിക്കാൻ കഴിയാത്ത രീതി ഇവിടുത്തെ നാടിനെ എത്തിക്കുറിക്കുന്നത്. അറിയാം, പക്ഷെ അവിടെയാണ് നമ്മൾ തെറ്റുപറ്റിയത്. നമ്മളിവിടെ നിന്ന് തൊട്ടടുത്ത് അപ്പുറത്തോട്ട് കിടക്കണമെങ്കിൽ അവിടെ പോയി U-ടേൺ എടുത്ത് വരേണ്ടി വരും. അതായത് ഒരാൾക്ക് നടന്നു പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. തൊട്ടപ്പുറത്തുള്ള അവിടെ ഒരു ഹോസ്പിറ്റലിലോട്ടോ മറ്റോ പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒന്ന് ക്ഷേത്രത്തിലോട്ടോ പോകേണ്ടിയൊക്കെ വന്നാൽ നമ്മൾ ഒരു അറ്റം പോയി 1 വേ തിരിഞ്ഞ് U-ടേൺ എടുത്ത് വരേണ്ടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു രോഗിയെ പിടിയുന്ന ഹോസ്പിറ്റലിലോട്ട് എത്തിക്കേണ്ടി വന്നാൽ അതിനൊക്കെ നമുക്ക് സമയവും മറ്റുമൊക്കെ ചിലവാക്കേണ്ടുന്ന അവസ്ഥ കടന്നു വരും. അപ്പോൾ തീർച്ചയായും ഇങ്ങനെ തെക്കേ ഇന്ത്യക്കാരായ എഞ്ചിനീയർമാർ അവരുടെ കമ്പ്യൂട്ടറിൽ വരച്ച ആ വരയിൽ ഇവിടെ വർക്ക് നടത്താൻ പാടില്ല. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട്, ജനങ്ങളുടെ സഞ്ചാര സാധ്യതയെ സംരക്ഷിച്ചുകൊണ്ട്, ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാത്ത രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഇവിടുത്തെ ഭരണാധികാരികളോട് നമുക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ സമരം ഒരു തുടക്കമെന്നോണം നമ്മൾ ഒരു തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നു എങ്കിലും ഈ സമരം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാതെ വന്നാൽ ഈ സമരം ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കുമ്പോൾ
ഇവിടെ വിചാരിക്കും 1500 കുടുംബങ്ങൾ മാത്രമാണ്. അങ്ങനെയല്ല. ഈ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ സംഘടനകൾ, വിവിധങ്ങളായ സംഘടനകൾ, വിവിധങ്ങളായ ആൾക്കാർ ഇവിടെ കടന്നു വരികയും അവരിവിടെ സമരം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അത് താങ്ങാൻ കഴിയില്ല എന്ന താക്കീത് നൽകിയിട്ടുണ്ടായി നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം തീർച്ചയായും അങ്ങനെ ആയിരിക്കണം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ചിന്തിക്കേണ്ടത്. നമ്മളിവിടെ ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്, ഒരു പ്രസ്ഥാനത്തിനുമെതിരായിട്ടാണ് സമരം ചെയ്യുന്നത്. ഇവിടെ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം. സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം. ആ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ സമരം ചെയ്യുന്നത്. തീർച്ചയായും അതിനുവേണ്ടി സമരം ചെയ്യുമ്പോൾ അത് നമ്മൾ കൂട്ടായ്മയോടുകൂടി സമരം ചെയ്യാൻ ചെയ്യണം. കാരണം ഇവിടെ പല രീതിയിലും ഇവിടുത്തെ അവർ